ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ. എൻ്റെ ആദ്യ വ്രതവാഗ്ദാനത്തിന് ശേഷം ഞാൻ രോഗാതുരയായപ്പോൾ ക്ഷയരോഗത്തിൻ്റെ ആരംഭത്തിൽ ആയിരിക്കാം. വളരെ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടിയുള്ള എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ പരിരക്ഷയും ഡോക്ടറുടെ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും എൻ്റെ രോഗത്തിന് ഒരു മാറ്റവും വന്നില്ല. ഇതെല്ലാം എൻ്റെ അഭിനയമാണെന്നുള്ള അപഖ്യാതികളും ഞാൻ കേട്ടു. അതോടെ എൻ്റെ സഹനം ഇരട്ടിച്ചു. ഇത് വളരെ കാലം നീണ്ടുനിന്നു. ഞാൻ സിസ്റ്റേഴ്സിന് ഒരു ഭാരമായി തീരുകയാണെന്ന് ഈശോയോട് ഒരു ദിവസം പരാതിപ്പെട്ടു. ഈശോ എന്നോട് പറഞ്ഞു, നീ നിനക്ക് വേണ്ടിയല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിന്റെ സഹനം മറ്റുള്ള ആത്മാക്കൾക്ക് പ്രയോജനപ്പെടും. നിന്റെ ദീർഘസഹനം അവർക്ക് എൻ്റെ തിരുമനസ് സ്വീകരിക്കാനുള്ള വെളിച്ചവും ശക്തിയും നൽകും. എൻ്റെ നന്മപ്രവർത്തികളും പ്രാർത്ഥനകളും ദൈവത്തിന് പ്രീതികരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സഹനം. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. ചാപ്പലിലെ സമൂഹ പ്രാർത്ഥനയുടെ സമയത്ത് അതെനിക്ക് വലിയ ഉപദ്രവം ചെയ്തു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം മദർ സുപ്പീരിയർ എന്നെ അരികിൽ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ കൃപയ്ക്കും സമാധാനത്തിനുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തെന്നാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. മറ്റ് സിസ്റ്റേഴ്സും ഇത് തന്നെ എന്നോട് പറഞ്ഞു. സിസ്റ്റർ, നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ സ്വയം പീഡിപ്പിക്കരുത്. പക്ഷേ മദർ സുപ്പീരിയറുമായുള്ള ഈ കൂടിക്കാഴ്ചകളൊന്നും എനിക്ക് സമാധാനം തന്നില്ല. എൻ്റെ വിഷമങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയും ലഭിച്ചില്ല. കൂടുതൽ അന്ധകാരം ദൈവത്തെ എന്നിൽ നിന്ന് മറച്ചു. കുമ്പസാരക്കൂട്ടിൽ കൂടുതൽ സഹായത്തിനായി ഞാൻ അർത്ഥിച്ചു. അവിടെയും എനിക്ക് സമാധാനം ലഭിച്ചില്ല. ഒരു വിശുദ്ധനായ വൈദികൻ എന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരുന്നു ഞാൻ. അതെന്നെ കൂടുതൽ വേദനിപ്പിച്ചു. മറച്ചുവയ്ക്കാൻ സാധിക്കാത്ത വിധം മരണതുല്യമായ ദുഃഖം എൻ്റെ ആത്മാവിനെ കീഴടക്കി. എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് സുവ്യക്തമായിരുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. രാത്രികൾ കൂടുതൽ അന്ധകാരപൂർണമായി. ഞാൻ കുമ്പസാരിക്കാൻ സമീപിച്ച വൈദികൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിന്നിൽ വളരെ പ്രത്യേകതകളുള്ള കൃപകൾ ഞാൻ കാണുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു മനക്ലേശവും തോന്നുന്നില്ല. നീ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആ സമയം എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായില്ല. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രായശ്ചിത്തമായി തേ ദേയും അല്ലെങ്കിൽ സ്തോത്രഗീതം പാടുക, അല്ലെങ്കിൽ വൈകുന്നേരം പൂന്തോട്ടത്തിന് ചുറ്റും വേഗത്തിൽ ഓടുക, അതുമല്ലെങ്കിൽ ഒരു ദിവസം 10 പ്രാവശ്യം ഉറക്കെ ചിരിക്കുക, ഇവയൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ പ്രായശ്ചിത്തങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആ വൈദികനും
എന്നെ കാര്യമായി സഹായിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നതാണ് ദൈവഹിതമെന്ന് എനിക്ക് തോന്നി. ഞാൻ വലിയ സമാശ്വാസത്താൽ നിറയുന്നതിനേക്കാൾ ഈ അവസ്ഥയിൽ ആയിരിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരം എന്ന് പറഞ്ഞ് ആ വൈദികൻ എന്നെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇതൊരു വളരെ വലിയ ദൈവകൃപയാണ്. നിന്റെ ഈ അവസ്ഥയിൽ നീ അനുഭവിക്കുന്ന എല്ലാ ആത്മീയ പീഡനങ്ങളോടും കൂടി നീ ദൈവത്തെ വേദനിപ്പിക്കുകയല്ല, മറിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും കൃപകളും ഞാൻ നിന്റെ ആത്മാവിൽ കാണുന്നു. അവയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നിരിക്കലും എൻ്റെ ആത്മാവ് പീഡനാവസ്ഥയിൽ തന്നെ തുടർന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതത്തിൻ്റെ നടുവിൽ ഒരു കുരുടൻ തൻ്റെ വഴികാട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി അനുസരിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു. ഈ അഗ്നിപരീക്ഷയിൽ അതുമാത്രമായിരുന്നു എൻ്റെ സുരക്ഷിതത്വം. ഓ ഈശോയെ, നിത്യസത്യമേ, എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. അങ്ങേ കൂടാതെയുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലാണെന്ന് ഞാൻ അറിയുന്നു. ഓ ഈശോയെ, എന്നിൽ നിന്ന് മറഞ്ഞിരിക്കരുതേ. എന്തെന്നാൽ അങ്ങേ കൂടാതെ എനിക്ക് ജീവിക്കുക സാധ്യമല്ല. എൻ്റെ ആത്മാവിൻ്റെ രോദനം കേൾക്കണമേ. അവിടുത്തെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ലല്ലോ. കർത്താവേ, എൻ്റെ ദുരിതത്തിൽ അലിവ് തോന്നണമേ. അങ്ങയുടെ കരുണ എല്ലാ മാലാഖമാരുടെയും സകല ജനതകളുടെയും അറിവിനെ അതിലംഘിക്കുന്നതാണല്ലോ. അതിനാൽ അങ്ങ് എന്നെ ശ്രവിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയാലും അങ്ങേ കരുണക്കടലിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ വഞ്ചിക്കപ്പെടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവ് ആന്തരികമായി പീഡിപ്പിക്കപ്പെട്ടും ശാരീരിക ശക്തി ക്ഷയിച്ചും മനസ്സ് അന്ധകാരാവൃതമായും ഇരിക്കുമ്പോൾ ഒരാൾക്ക് തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് എത്ര ദുഷ്കരവും ഭാരപ്പെട്ടതുമാണെന്ന് ഈശോ മാത്രം അറിയുന്നു. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, ഓ ക്രിസ്തുവേ, ആനന്ദവും ബഹുമാനവും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. സഹനം എൻ്റേതായിരിക്കട്ടെ. മുള്ളുകൾ എൻ്റെ കാലുകളെ മുറിപ്പെടുത്തിയാലും നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ടു പോവുകയില്ല. ചികിത്സയ്ക്കായി പോട്സ്കിലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എന്നെ അയച്ചു. അവിടെ ചാപ്പൽ പൂക്കളാൽ അലങ്കരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു. അത് ബ്യാല ആയിരുന്നു. സിസ്റ്റർ തേക്ലായ്ക്ക് ഇത് ചെയ്യാൻ എപ്പോഴും സമയം ലഭിച്ചിരുന്നില്ല. അതിനാൽ ഞാൻ തന്നെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു. ഒരു ദിവസം ഒരു പ്രത്യേക വ്യക്തിയുടെ മുറി അലങ്കരിക്കാൻ ഞാൻ ഏറ്റവും ഭംഗിയുള്ള റോസാ പുഷ്പങ്ങൾ പറിച്ചെടുത്തു. ഭവനത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ ഈശോ അവിടെ നിൽക്കുന്നത് കണ്ടു. വളരെ സ്നേഹത്തോടെ അവിടുന്ന് എന്നോട് ചോദിച്ചു, മകളെ, ആർക്കു വേണ്ടിയാണ് ഈ പുഷ്പങ്ങൾ നീ കരുതിയിരിക്കുന്നത്? നിശബ്ദതയായിരുന്നു കർത്താവിനുള്ള എൻ്റെ മറുപടി. എന്തെന്നാൽ ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേക അടുപ്പമുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല. ഈശോ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആ നിമിഷം തന്നെ ഞാൻ ആ പൂക്കൾ നിലത്തെറിഞ്ഞിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് എന്നെ തന്നെ മനസ്സിലാക്കി തന്നതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ഓ ദിവ്യസൂര്യനെ, അങ്ങേക്ക് പ്രീതികരമല്ലാത്ത ഏറ്റവും ചെറിയ പൊടി പോലും അങ്ങയുടെ പ്രകാശരശ്മിയിൽ ആത്മാക്കൾ കാണുന്നുവല്ലോ.